അങ്ങനെ വയനാട് അമരക്കുനിയെ ഭീതിയിലാഴ്ത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുകയാണ്. തൃപ്രയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, അമരക്കുനി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലായിരുന്നു കുറച്ചു ദിവസങ്ങളിലായി. ഡോക്ടർ അരുൺ സക്രിയ നേതൃത്വം നൽകിയ ദൗത്യ സംഘത്തിൽ അവരുടെ ദൗത്യം വിജയം കണ്ടിരിക്കുകയാണ്. അമരക്കുനി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കർഷകരൊക്കെ ഒരുപാടുള്ള മേഖലയാണ്. കാപ്പി വിളവെടുക്കുന്ന ഒരു സമയമായിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷീര കർഷകർ ഒരുപാടുള്ള ഒരു മേഖലയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് വലിയൊരു ആശങ്കയായിരുന്നു. ഒന്നുകിൽ ഈ കടുവ പ്രദേശം വിട്ടു പോകണം, അല്ലെങ്കിൽ കടുവ ഈ കൂട്ടിലാകണം. ഏതെങ്കിലും ഒരു ആവശ്യം അവർക്കുണ്ടായിരുന്നു. കടുവ പ്രദേശം വിട്ടുപോയി എന്നൊരു ഉറപ്പ് അവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യമായിരുന്നു. എന്തായാലും വനം വകുപ്പിന്റെയും ഡോക്ടർ അരുൺ സക്രിയ നൽകിയ വെറ്റിനറി ടീമിന്റെയും ദൗത്യം ഫലം കണ്ടിരിക്കുകയാണ്. കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുകയാണ്. ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അമരക്കുനിയിൽ ഇറങ്ങിയപ്പോഴും ആടുകളെ മാത്രമാണ് ഈ കടുവ വേട്ടയാടിയിരുന്നത്. അതും ഈ ഒരു കടുവയുടെ പ്രത്യേകതയാണ്. അതെന്തെങ്കിലും ഒരു അവശതയുള്ളത് കൊണ്ടാണോ എന്നതിനെ കുറിച്ചും ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. കമൽ അവിടെ നിന്ന് മറ്റു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കമൽ, ഈ കടുവ അവശനായ ഒരു നിലയിൽ തന്നെയാണല്ലേ തുടരുന്നത്? എന്തെങ്കിലും മുറിവുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ? അതൊക്കെ നാളെ രാവിലെ കടുവയെ പരിചരണ കേന്ദ്രത്തിൽ എത്തിച്ച് ഒരുപക്ഷെ മയക്കിയ ശേഷമായിരിക്കും പരിശോധിക്കുക. കാരണം ഇപ്പോൾ അത് പരിശോധിക്കാനാകില്ല. വയറൊക്കെ ഒട്ടിയ നിലയിലാണ്. നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ആണെങ്കിലും കടുവ വളരെ വളരെ ക്ഷീണിച്ച നിലയിലാണ് ഉള്ളത്. മാത്രമല്ല ഡ്രോൺ നിരീക്ഷണത്തിലൊക്കെ കടുവയുടെ നീക്കങ്ങളും വളരെ പതുക്കെയായിരുന്നു. മാത്രമല്ല ഈ ഇര തേടാനുള്ള കഴിവും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു കടുവ. അങ്ങനെയാണ് ഈ ആടുകളെ മാത്രം വേട്ടയാടുന്ന ഒരു അവസ്ഥയുണ്ടായത്. പശുക്കളെ ധാരാളം ക്ഷീര കർഷകരുള്ള മേഖലയാണ്, നിരവധി പശുക്കളൊക്കെയുള്ള മേഖലയാണ്. പക്ഷേ പശുക്കളെയൊന്നും കടുവ ആക്രമിച്ചിരുന്നില്ല. പ്രധാനമായും ആട്ടിൻകൂടുകളാണ് കടുവ ലക്ഷ്യമിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മൃഗങ്ങളെ വേട്ടയാടാനും ഭക്ഷിക്കാനുമുള്ള ഒരു കഴിവ്, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കടുവയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് വനംവകുപ്പിന്റെ അനുമാനം. പ്രധാനമായും പല്ലിനോ അല്ലെങ്കിൽ കൈകാലുകൾക്കൊക്കെ പരിക്കുണ്ടെങ്കിൽ ഇരതേടൽ ബുദ്ധിമുട്ടാകും. അത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള കടുവകളാണ് സാധാരണഗതിയിൽ നാട്ടിൽ ഇറങ്ങുക. ഒന്നുകിൽ അത് ടെറിട്ടറിക്ക് വേണ്ടിയുള്ള മറ്റ് കടുവകളുമായുള്ള സംഘടനത്തിൽ പരിക്കേറ്റ പുറത്തു വരുന്നതാകാം, അല്ലെങ്കിൽ പ്രായമായ ആവശ്യത കൊണ്ട് പുറത്തു വരുന്നതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിക്ക് ഇര തേടുന്നതിനിടയിൽ പരിക്കേറ്റ പുറത്തു വരുന്നതാകാം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് കടുവ കാട് വിട്ട ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക, പ്രത്യേകിച്ച് വളർത്തുമൃഗങ്ങളെയൊക്കെ വേട്ടയാടുക. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്കോ ആവശ്യതയോ ഉള്ളപ്പോൾ മാത്രമാണ് അത്തരത്തിൽ കടുവകൾ നാട്ടിലിറങ്ങുന്നത്. പ്രധാനമായും ഈ ഡിസംബർ മുതലുള്ള കാലം, ഡിസംബർ ജനുവരി കാലമൊക്കെ കടുവയുടെ ഇണചേരൽ കാലവും പ്രജനന കാലവും ഒക്കെയാണ്. ആ സമയത്ത് ഈ മുതിർന്ന ആൺകടുവകൾ തമ്മിൽ കാട്ടിൽ സംഘടനം ഉണ്ടാകുന്നതും പതിവാണ്. അതിൽ പരാജയപ്പെടുന്ന കടുവ, ചിലപ്പോൾ ഒരു കടുവ കൊല്ലപ്പെടാറുണ്ട് അത്തരം സംഘടനകളിൽ, അല്ലെങ്കിൽ പരിക്കേൽക്കാറുണ്ട്. അങ്ങനെ പരിക്കേൽക്കുന്ന കടുവയ്ക്ക് പിന്നീട് ആ ടെറിട്ടറിയിൽ, കടുവ ഒരു ടെറിട്ടോറിയൽ മൃഗമാണ്, പ്രത്യേക ഒരു അതിർത്തി വെച്ച് അവിടെ ആ ഒരു മുതിർന്ന ആൺകടുവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ ടെറിട്ടറി കീപ്പ് ചെയ്യുന്ന ഒരു മൃഗമാണ്. അത്തരത്തിൽ മറ്റൊരു ശക്തനായ കടുവ വരുമ്പോൾ ഈ ടെറിട്ടറിയിൽ നിന്ന് മുതിർന്ന പ്രായമായ കടുവ അല്ലെങ്കിൽ മുതിർന്ന കടുവ ചിലപ്പോൾ പുറത്താക്കപ്പെടും. അങ്ങനെയൊക്കെയുള്ള സംഘടനമൊക്കെ നടക്കുന്നത് ഈ പ്രജനന കാലത്തും ഇണചേരൽ കാലത്തും ഒക്കെയാണ്. അങ്ങനെ പുറത്തു വരുന്നതാകാം. അങ്ങനെ പല കാരണങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയാറുള്ളത്. എന്തായാലും ഇര തേടാൻ ആവശ്യതയുണ്ടാകാം, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് സംഘടന ഈ മറ്റു കടുവയുമായുള്ള സംഘടനത്തിൽ പുറത്താക്കപ്പെട്ടതാകാം. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് കടുവകൾ പുറത്തു വരാറുള്ളത്. ഈ കടുവയുടെ കാര്യം പറയുമ്പോൾ ഈ ആടിനെ മാത്രം വേട്ടയാടുന്നത് കടുവയുടെ അവശതയുടെ ഒരു സൂചനയാണ്. ഏതോ തരത്തിലുള്ള പരിക്ക് കടുവയ്ക്കുണ്ട്. മാത്രമല്ല പിടികൂടിയ ആടുകളെ തന്നെ ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പലപ്പോഴും ആളുകൾ ബഹളം വെച്ചതുകൊണ്ട് ഓടിപ്പോയതാകാം. എങ്കിലും അത്തരത്തിൽ ഇര തേടുന്നതിൽ വലിയ രീതിയിലുള്ള വിഷമം ഉള്ള കടുവയാണ് എന്നാണ് ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ നിന്ന് വനം വകുപ്പിന് വ്യക്തമായിട്ടുള്ളത്. കമൽ, ഇനി തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഇന്നത്തെ ദിവസം ഈ കടുവയെ കൂട്ടിൽ തന്നെ തുടരുകയായിരിക്കുമോ? രാവിലെ നേരം പുലർന്നതിന് ശേഷമായിരിക്കുമോ മറ്റു നടപടികളൊക്കെ? രാത്രി തന്നെ കടുവയെ കൂടടക്കം അവിടെ നിന്ന് ഏതെങ്കിലും വനംവകുപ്പ് ഓഫീസിലേക്കോ സംരക്ഷണ കേന്ദ്രത്തിലേക്കോ മാറ്റാനാണ് സാധ്യത. അതല്ലാതെ അവിടെ തന്നെ കടുവയെ നിർത്താൻ സാധ്യതയില്ല. പക്ഷേ മറ്റ് തുടർ നടപടികൾ പിന്നീടാകും തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശരി കമൽ, എന്തായാലും അമരക്കുനി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. കുറച്ചു ദിവസങ്ങളായി ഇവർ ഈ ഒരു ആശങ്കയിലായിരുന്നു. അവരുടെ ആടിനെയൊക്കെ ഭക്ഷിക്കുന്ന കടുവ അതിപ്പോൾ കൂട്ടിലായിരിക്കുകയാണ്. കുറച്ചു നാളത്തെ ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അമരക്കുനി പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ കടുവ കൂട്ടിലായിരിക്കുകയാണ്.
കുറച്ചു ദിവസമായി ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിലായിരുന്നു വനം വകുപ്പ്. കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, 5 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കടുവ ആടിനെ വേട്ടയാടിയ മേഖലകളിലൊക്കെ കൂടുകൾ സ്ഥാപിച്ചിരുന്നു. നേരത്തെ 3 കൂടുകൾ സ്ഥാപിച്ച ശേഷവും കടുവ ആടിനെ പിടികൂടുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ 5 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തൂപ്രയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്.